ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് കൂടെ, നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഹീലിംഗ് പ്രേയേഴ്സ് കാണാൻ ദൈവം നമ്മെ ഒരുമിച്ച് കൊണ്ടുവന്നതിനെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ ഹീലിംഗ് പ്രേയേഴ്സിലൂടെ ദൈവം വലിയ കരുണ ചൊരിയുന്നുണ്ട്. കർത്താവ് വിശ്വസ്തനാണ്. അവിടുത്തെ സന്നിധിയിൽ നിഷ്കപടമായ അധരങ്ങളോടുകൂടെ, നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു. അവിടുന്ന് തക്ക സമയത്ത് നമ്മെ കൈപിടിച്ച് ഉയർത്തുന്ന ദൈവമാണ്. അവിടുത്തെ അചഞ്ചലമായ സ്നേഹവും കരുണയും നമ്മെ രക്ഷിക്കാനായി നാം ആയിരിക്കുന്ന സ്ഥലത്തേക്ക്, നാം ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് അവിടുന്ന് കരം നീട്ടുന്നു. നമ്മുടെ അവസ്ഥ ഏത് അവസ്ഥയാണെങ്കിലും, പരിമിതികളുള്ള അവസ്ഥയാണെങ്കിലും, പാപ അവസ്ഥയാണെങ്കിലും, അസ്വസ്ഥതയേറുന്ന രോഗാവസ്ഥയാണെങ്കിലും, മാനസിക പ്രശ്നങ്ങളുള്ള അവസ്ഥയാണെങ്കിലും, മനസ്സിൽ ഭയം തിങ്ങി നിൽക്കുന്ന അവസ്ഥയാണെങ്കിലും, ആശങ്കകളുടെ നടുവിലാണെങ്കിലും, ആകാംക്ഷാഭരിതമായ ജീവിതം നയിക്കുന്നവരാണെങ്കിലും, ഒന്നിലും സംതൃപ്തിയും സന്തോഷവും കണ്ടെത്താൻ കഴിയാത്തവരാണെങ്കിലും, ഭയത്തോടെ ഓരോ നിമിഷവും ജീവിക്കുന്നവരാണെങ്കിലും, പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കരം നമ്മെ രക്ഷിക്കാൻ തക്കവണ്ണം അത്രമാത്രം ശക്തിയേറിയതാണ്. അവിടുന്ന് കരുണയുടെ ദൈവമാണ്. അവിടുന്ന് സ്നേഹത്തിൻ്റെ ദൈവമാണ്. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന ദിവസമാണ്. ഈ രാത്രി ഉറങ്ങാൻ മുൻപ് കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയം തുറക്കുക. ഹൃദയ രഹസ്യങ്ങളെ കാണുന്ന കർത്താവ് അവിടുത്തെ വിശ്വസ്തതയാൽ, അവിടുത്തെ അചഞ്ചലമായ വിശ്വസ്തതയും സ്നേഹവും കൊണ്ട് നമ്മെ പൊതിയുന്നു. വീണുപോയവരെ ഉയർത്തുന്നതാണ് നമ്മുടെ ദൈവം. വീണ്ടെടുക്കാനുള്ള ശക്തി ദൈവത്തിന് മാത്രമാണ് ഉള്ളത്. കർത്താവ് ജീവൻ നൽകുന്നു. ആ ജീവൻ എടുക്കുന്നതും ദൈവം തന്നെ. അതിനാൽ ഈ ജീവൻ നമ്മുടെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം ദൈവത്തെ സ്തുതിക്കുവാൻ കിട്ടുന്ന, ദൈവത്തിന് നന്ദി പറയാൻ കിട്ടുന്ന ഏറ്റവും അനുഗ്രഹപ്രദമായ സമയമാണ് നമ്മുടെ ഈ ജീവിതം. കഴിഞ്ഞ കാലങ്ങളിൽ നാം കർത്താവിനോട് നിലവിളിച്ചപ്പോൾ, നാം കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കേട്ട പ്രാർത്ഥനകളെ ഓർക്കുക. ദൈവം അത്ഭുതം നടത്തിയ പ്രാർത്ഥനകളെ ഓർക്കുക. ഇന്ന് ആ ദിവസങ്ങളെ ഓർത്ത്, ആ പ്രക്രിയകളെ ഓർത്ത് കർത്താവിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഈ ഒരു ഉറപ്പിന്മേൽ ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിന്റെ നിലവിളി കേൾക്കുന്നവനാണ്. നിന്റെ ഏത് അസ്വസ്ഥതയ്ക്കും മുൻപിൽ, നിന്റെ ഏത് പ്രയാസങ്ങൾക്ക് മുൻപിലും, നിന്റെ ഏത് പ്രശ്നങ്ങൾക്ക് മുൻപിലും കർത്താവ് വലിയ അത്ഭുതങ്ങൾ നടത്തുന്നുണ്ട്. വിശ്വസിക്കുക. ഒരിക്കലും കർത്താവിനെ ഉപേക്ഷിച്ച് കടന്നു പോകരുത്. ഒരിക്കലും അന്യ ദൈവങ്ങളെ തേടി പോകരുത്. കർത്താവിൻ്റെ സന്നിധിയിൽ വിനയത്തോടെ, താഴ്മയോടെ നിൽക്കുക. കർത്താവ് പ്രവർത്തിക്കാൻ താമസിക്കുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ തേടി പോകരുത്. കർത്താവിൻ്റെ ശക്തി മറ്റാർക്കുമില്ല. ഈ പ്രപഞ്ചം മുഴുവൻ സംവിധാനം ചെയ്യപ്പെട്ട ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ശക്തിയെക്കുറിച്ച്, അവിടുത്തെ പ്രവൃത്തിയെക്കുറിച്ച്, അവിടുത്തെ സ്നേഹത്തെക്കുറിച്ച്, അവിടുത്തെ കാരുണ്യത്തെക്കുറിച്ച്, വിശ്വസ്തതയെക്കുറിച്ച് നമുക്കൊരു ഉറപ്പ് വേണം. ആ ഉറപ്പിന്മേൽ നാം പ്രാർത്ഥിക്കുമ്പോൾ അസാധ്യങ്ങൾ സാധ്യമാകും. രോഗികൾ സൗഖ്യപ്പെടും. തളർന്നു കിടക്കുന്നവർ എഴുന്നേറ്റ് നടക്കും. ഡിപ്രഷനിലായിരിക്കുന്നവർ ദൈവത്തെ സന്തോഷത്തോടെ സ്തുതിക്കാൻ സാധിക്കും. അതിനാൽ പരാജയഭീതിയിലായിരിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കും. ഇന്ന് വരെ നാം കണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവാചകന്മാർ, ദൈവത്തിൻ്റെ ശിഷ്യന്മാർ എല്ലാവരും സഹനത്തിൽ കൂടിയാണ് കടന്നുപോയത്. എന്നാൽ ആ സഹനം അനേകരെ ദൈവത്തിലേക്ക് എത്തിക്കാൻ,
അവരെ സഹായിച്ചു. അനേകർക്ക് ദൈവമാർഗം പകർന്നു കൊടുക്കുവാൻ അവരെ സഹായിച്ചു. ഇന്ന് നാം ഓരോരുത്തരും സഹനങ്ങളില്ലാത്ത ജീവിതത്തിനു വേണ്ടി അല്ല പ്രാർത്ഥിക്കേണ്ടത്, എന്നാൽ സഹനങ്ങളിൽ കൂടി ദൈവത്തിന് നന്ദി പറയുവാൻ, സഹനങ്ങളുടെ നടുവിൽ നിന്ന് ദൈവത്തെ അന്വേഷിക്കുവാൻ തക്കവണ്ണം വിശ്വാസമാർജിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അതിനാൽ സഹനങ്ങളെ ഓർത്ത് നിങ്ങൾ വേദനിക്കേണ്ട, പരാജയങ്ങളെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട, ആശങ്കകൾ വേണ്ട. പ്രയാസങ്ങൾ എല്ലാം വരും, എന്നാൽ ദൈവമാണ് എല്ലാത്തിൻ്റെയും നിയന്താവ്. കർത്താവ് നിങ്ങളുടെ മേൽ കരുണ കാണിക്കും. അവിടുന്ന് നിങ്ങളുടെ ഹൃദയം പരിശോധിക്കുന്നവനാണ്. ഈ രാത്രിയിൽ കർത്താവെ, എൻ്റെ പാപങ്ങൾ ഓരോന്നും ഞാൻ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ പാപാവസ്ഥകളെയും കർത്താവ് അറിയുന്നു. എന്നിട്ടും അവിടുത്തെ കരുണയുടെ കരം നമ്മെ തേടി വരുന്നു, നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം, നമ്മെ സ്നേഹിക്കുവാൻ. നാം പാപിയായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും അവിടുത്തെ സ്നേഹത്തിൽ അവിടുത്തെ നെഞ്ചോട് ചേർത്ത് നമ്മെ പിടിക്കുന്നു. ഈ ചേർത്ത് നിർത്തുന്ന ദൈവം, നമ്മെ സ്നേഹിക്കുന്ന അനന്തമായ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ നിങ്ങൾ എന്തിനു ഭയപ്പെടണം? നിങ്ങൾ എന്തിന് ആശങ്കാകുലരാകണം? ഭയപ്പെടരുത്, കർത്താവ് നിങ്ങളെ സഹായിക്കും. ഈ രാത്രിയിൽ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഈ രാത്രിയിൽ കർത്താവ് നിങ്ങൾ ചോദിക്കുന്ന നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കും. വിശ്വാസത്തോടെ നാളത്തെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവവചനം ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 44, 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ മറക്കുകയോ അന്യദേവന്റെ മുൻപിൽ കൈകൾ വിരിച്ച് നിൽക്കുകയോ ചെയ്തിരുന്നു എങ്കിൽ അത് ദൈവത്തിൻ്റെ കണ്ണിൽ പെടാതിരിക്കുമോ? ഹൃദയ രഹസ്യങ്ങൾ അവിടുത്തേക്ക് അറിയാമല്ലോ. ഞങ്ങൾ അങ്ങേ പ്രതി എല്ലായ്പ്പോഴും വധിക്കപ്പെടുന്നു. അറക്കാനുള്ള ആടുകളായി ഞങ്ങൾ കരുതപ്പെടുന്നു. കർത്താവേ, ഉണർന്നെഴുന്നേൽക്കണമേ. അവിടുന്ന് ഉറങ്ങുന്നതെന്ത്? ഉണരണമേ. എന്നേക്കുമായി ഞങ്ങളെ തള്ളിക്കളയരുതേ. അവിടുന്ന് മുഖം മറയ്ക്കുന്നത് എന്ത്? ഞങ്ങൾ ഏൽക്കുന്ന പീഡനങ്ങളും മർദ്ദനങ്ങളും അവിടുന്ന് മറക്കുന്നതെന്ത്? ഞങ്ങൾ പൂഴിയോളം താണിരിക്കുന്നു. ഞങ്ങളുടെ ശരീരം നിലം പറ്റിയിരിക്കുന്നു. ഉണർന്ന് ഞങ്ങളുടെ സഹായത്തിന് വരണമേ. അവിടുത്തെ കാരുണ്യത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കണമേ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ രാത്രിയിൽ നിന്റെ അനന്തമായ സ്നേഹം ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ കർത്താവേ, ഇന്നോളം നീ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹീലിംഗ് പ്രേയേഴ്സിലൂടെ അനേകരെ നീ സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അനേകരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തി കുടുംബത്തിൽ സമാധാനം നൽകി പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, ദമ്പതിമാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, യുവതി യുവാക്കൾക്ക് വേണ്ടി, വയോവൃദ്ധർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ഇന്ന് ഈ മക്കളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണമേ. ഇവരുടെ വേദനകളെ നീ കാണണമേ. ഇവരുടെ നിസ്സഹായ അവസ്ഥയെ നീ കാണണമേ. ഇവരുടെ പ്രയാസങ്ങളെ നീ കാണണമേ. ഇവരുടെ രോഗാവസ്ഥയെ നീ കാണണമേ. അപകടത്തിൽപ്പെട്ടിരിക്കുന്ന മക്കളെ നീ കാണണമേ. അപകടത്തിൽപ്പെട്ട ഒരു യുവാവ് ICUയിൽ കഴിയുന്ന ആ മകനെ നീ സുഖപ്പെടുത്തണമേ. നിന്റെ കരം ഇപ്പോൾ തന്നെ ആ മകനെ സ്പർശിച്ച് അവന് സൗഖ്യം നൽകി പൂർണ്ണ ആരോഗ്യവാനായി ദൈവത്തെ സ്തുതിക്കുന്ന മകനായി മാറ്റണമേ. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഈ മക്കളുടെ മേൽ നീ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. പരാജയഭീതിയിൽ കഴിഞ്ഞിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ എല്ലാം സാധിക്കും എന്ന വിശ്വാസം നൽകണമേ. കർത്താവേ, പ്രാർത്ഥനയ്ക്ക് കാലതാമസം വരുന്നതിനാൽ ചില മക്കൾ നിന്നെ ഉപേക്ഷിച്ച് മറ്റ് ഭാവി പറയുന്നവരിലേക്ക് തിരിഞ്ഞു. ഞാൻ അവർക്കു വേണ്ടി മാപ്പ് ചോദിക്കുന്നു.
കർത്താവേ, നിനക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ ശക്തിയുള്ളൂ. നിനക്ക് മാത്രമേ ഞങ്ങളുടെ ഭാവി നിരൂപിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നലെയും ഇന്നും എന്നും ഒരുവനായ കർത്താവായ യേശുക്രിസ്തുവേ, നിന്നേക്കാൾ ഉപരി മറ്റൊരു വ്യക്തിയില്ല. നിന്നേക്കാൾ അധികമായി മറ്റൊരു ദൈവമില്ല. നിന്നേക്കാൾ ശക്തനായി മറ്റൊരു ദേവനില്ല. അതിനാൽ ഞങ്ങൾ നിന്നെ ഉപേക്ഷിച്ച് എവിടേക്ക് പോകും? കർത്താവേ, ഇന്ന് നിന്നെ ഉപേക്ഷിച്ച് ആരെങ്കിലും വിശ്വാസം ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈ രാത്രിയിൽ നിന്റെ സ്നേഹം ആ മക്കളെ തിരികെ കൊണ്ടുവരണമേ. കർത്താവേ, ഹൃദയ രഹസ്യം അറിയാവുന്ന ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയം നിന്റെ സന്നദ്ധിയിൽ തുറന്നു വയ്ക്കുന്നു. നീ കാണണമേ, ഞങ്ങളുടെ പാപാവസ്ഥയെ കാണണമേ, ഞങ്ങളുടെ ഒറ്റപ്പെട്ട അവസ്ഥയെ കാണണമേ, ഞങ്ങളുടെ നിസ്സഹായതയെ കാണണമേ, ഞങ്ങളുടെ വേദനകളെ കാണണമേ, ഞങ്ങളുടെ ബലഹീനതകളെ കാണണമേ, ഞങ്ങളുടെ ശക്തിയില്ലായ്മയെ കാണണമേ. കർത്താവേ, ഞങ്ങളുടെ രോഗങ്ങളെ കാണണമേ, മാനസിക പ്രശ്നങ്ങളെ കാണണമേ. ഇന്ന് ഞങ്ങളെ അലട്ടുന്ന എല്ലാ വിഷയങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ എല്ലാ ആവശ്യങ്ങളെയും നിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. കർത്താവെ, നീ ഏറ്റെടുത്ത് അവർക്ക് ആവശ്യമായ സഹായവും സൗഖ്യവും അനുഗ്രഹവും ശക്തിയും നൽകി, ധൈര്യം നൽകി, സൗഖ്യം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മനസ്സിൻ്റെ എല്ലാ വിഷമങ്ങളും ഇപ്പോൾ മാറിപ്പോകട്ടെ. ശരീരത്തിൻ്റെ രോഗങ്ങൾ അകന്നു പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പരാജയ ഭീതിയും വിട്ടുപോകട്ടെ. ദൈവത്തിൻ്റെ നാമത്തിൽ എല്ലാ ആശങ്കകളും ആകാംക്ഷകളും വിട്ടുപോകട്ടെ. നാളെയെക്കുറിച്ച് ഓർത്തുള്ള എല്ലാ അരക്ഷിതാവസ്ഥയും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ദൈവത്തിൻ്റെ സഹായം കടന്നു വരട്ടെ. ആരുമില്ലാത്തവർക്ക് ദൈവത്തിൻ്റെ സഹായം ഈ രാത്രിയിൽ കടന്നു ചെല്ലട്ടെ. ഒറ്റയ്ക്കായിരിക്കുന്നവർക്ക് കർത്താവ് ഈ രാത്രിയിൽ തുണയായിരിക്കട്ടെ. എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളിൽ നിന്നും ഈ രാത്രിയിൽ, എല്ലാ ഭയത്തിൽ നിന്നും നിരാശയിൽ നിന്നും ഈ രാത്രിയിൽ കർത്താവ് നിന്നെ സുഖപ്പെടുത്തട്ടെ. നീ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിന്മേൽ ഈ രാത്രിയിൽ കർത്താവ് ഇടപെടും. വിശ്വസിക്കുക, കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിൽ നിന്നും ഒരിക്കലും അകന്നു പോകാതെ ഇന്ന് വരെ വഴി നടത്തിയ ദൈവം, ഇന്ന് വരെ പ്രാർത്ഥന കേട്ട ദൈവം, ഇന്ന് വരെ നിന്നെ അപകടത്തിൽ നിന്ന് രക്ഷിച്ച ദൈവം, ഇന്ന് വരെ നിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവം, ഇന്ന് വരെ നിനക്ക് സൗഖ്യം നൽകിയ ദൈവത്തെ, നിന്നോട് വിശ്വസ്തത കാണിച്ച ദൈവത്തെ ഈ രാത്രിയിൽ ഉറങ്ങാൻ മുൻപ് സ്തുതിച്ച് പ്രാർത്ഥിക്കുക, നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ രോഗങ്ങളെ പ്രതി നന്ദി പറയുക, നിന്റെ പ്രയാസങ്ങളെ ഓർത്ത് നന്ദി പറയുക, നിന്റെ ഇപ്പോഴത്തെ ആവശ്യങ്ങളെ ഓർത്ത് നന്ദി പറയുക, നിന്റെ ബലഹീനതയെ ഓർത്ത്, പാപത്തെ ഓർത്ത് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, പാപമില്ലാത്ത ഒരു ജീവിതം, നിഷ്കളങ്കമായ വിശുദ്ധമായ ഒരു ജീവിതം എനിക്ക് നയിക്കാൻ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം കർത്താവ് ഈ രാത്രിയിൽ ഏറ്റെടുക്കും. നിനക്ക് ബലഹീനതയുണ്ട്, നിനക്ക് പ്രയാസങ്ങളുണ്ട്, തിന്മയിൽ പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നുണ്ട്. എന്നാൽ നീ ഭാരപ്പെടേണ്ട. നിനക്ക് കർത്താവുണ്ട്. ആ കർത്താവ് പരിശുദ്ധനാണ്. ആ കർത്താവിനോട് പറയുക, എൻ്റെ കർത്താവെ, എൻ്റെ ഈ പാപാവസ്ഥയിൽ നിന്ന്, എൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന്, സകല തിന്മയുടെ ആസക്തികളിൽ നിന്നും എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ചിന്തകളെയും വാക്കുകളെയും നീ കാത്ത് സംരക്ഷിക്കണമേ. എൻ്റെ പ്രവൃത്തികൾ ദൈവമേ നിനക്കിഷ്ടമുള്ളതായി മാറാൻ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നമുക്ക് ഏത് കാര്യത്തിലാണോ നാം ഇപ്പോൾ ബലഹീനരായിരിക്കുന്നത്, അവിടെ കർത്താവിൻ്റെ ശക്തി ഉണ്ടായാൽ മാത്രം മതി. നീ ശക്തിയുള്ളവനാകും, നീ ശക്തിയുള്ളവളാകും. കർത്താവായ ദൈവം നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. നീ ഒറ്റയ്ക്കല്ല, ദൈവം നിന്റെ കൂടെയുണ്ട്. അവിടുന്ന് നിന്നെ സ്നേഹിക്കുന്നു, അവിടുന്ന് നിന്നെ ശക്തിപ്പെടുത്തുന്നു, അവിടുന്ന് നിന്നെ വാത്സല്യം നൽകി അനുഗ്രഹിക്കുന്നു, അവിടുന്ന് നിന്നെ തൻ്റെ മാറോട് ചേർത്ത് പിടിക്കുന്നു. നീ എന്തിനു ഭയപ്പെടണം? കർത്താവ് നിന്നെ സുഖപ്പെടുത്തുന്നു. ധൈര്യമായിരിക്കുക, ഭയപ്പെടരുത്. നീ ഭയപ്പെടുന്ന വിഷയങ്ങൾ കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു. അതിനാൽ ഈ രാത്രി മുഴുവനും ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ സാധിക്കുന്നിടത്തോളം ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാം ദൈവം അനുഗ്രഹമാക്കി മാറ്റും. നിന്റെ നന്മയ്ക്കായി കർത്താവ് സകലതും പരിണമിപ്പിക്കും.
നിന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കേണ്ട കടമ അത് നിൻ്റെതാണ്. നീ എല്ലാവരോടും ക്ഷമിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നു. എന്നോട് അസൂയപ്പെടുന്നവരോട്, എന്നോട് കോപിക്കുന്നവരോട്, എന്നോട് ശത്രുത പുലർത്തുന്നവരോട്, എന്നെ അംഗീകരിക്കാത്തവരോട്, എന്നെ പരിഹസിക്കുന്നവരോട്, എന്നെ വഞ്ചിച്ചവരോട്, എന്നെ ചതിച്ചവരോട്, എല്ലാവരോടും, എന്നെ കെണിയിൽ അകപ്പെടുത്തിയവരോട്, എന്നെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചവരോട് എല്ലാം യേശുനാമത്തിൽ കർത്താവെ ഞാൻ ക്ഷമിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ ഞാൻ ക്ഷമിക്കുന്നു. അവരെ ഞാൻ സ്നേഹിക്കുന്നു, അവരെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് രാത്രിയിൽ ഉറങ്ങാൻ മുൻപ് പറയുക. തീർച്ചയായും വലിയ സൗഖ്യവും അനുഗ്രഹങ്ങളും സൗഖ്യവും വിടുതലും ശക്തിയും ഈ രാത്രിയിൽ നിനക്ക് കർത്താവ് നൽകും. നിന്റെ ഭവനത്തിന്മേൽ കർത്താവിൻ്റെ കയ്യൊപ്പുണ്ടായിരിക്കും. നിന്റെ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ആധിപത്യം ഉണ്ടായിരിക്കും. ഭയപ്പെടരുത്, കർത്താവ് നിന്റെ മേൽ അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. വിശ്വസിക്കുക, അവനോട് കൂടെ നിൽക്കുക. വിശ്വാസത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞ് ഈ രാത്രിയിൽ നമുക്കായിരിക്കാം. നല്ലൊരു ഉറക്കം കർത്താവ് ഈ രാത്രിയിൽ നൽകട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ ആഗ്രഹങ്ങളെ അവിടുന്ന് സാധിച്ചു തരുന്ന നിനക്ക് ശക്തിയും ബലവും ധൈര്യവും നൽകി, ജീവിക്കാനുള്ള ആഗ്രഹം നൽകി, കൂടുതൽ പ്രവർത്തിക്കാനുള്ള ശക്തി നൽകി, നല്ലത് ചിന്തിക്കാനുള്ള വാക്കുകൾ നൽകി, സംസാരിക്കാനുള്ള വാക്കുകൾ നൽകി. ഈ രാത്രിയിൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു ഉറക്കം ഈ രാത്രിയിൽ കർത്താവ് നിനക്ക് നൽകട്ടെ. ആയുസ്സും ആരോഗ്യവും നൽകി അടുത്ത ദിവസം നമ്മെ വിളിച്ചുണർത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.